നമസ്കാരം. വാർത്തകൾ വിശദമായി. വാർത്തകൾ വായിക്കുന്നത് ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. മുല്ലപ്പെരിയാർ ഡാം തകർന്ന് കേരളത്തിൽ 3 കോടി ജനങ്ങൾ മരിച്ചു. അതിനെ തുടർന്ന് ഭൂകമ്പം. മുല്ലപ്പെരിയാർ മല വന്ന ഹൈക്കോടതി കെട്ടിടത്തിന്റെ മുകളിലൂടെ കടലിലേക്ക് പതിച്ച് സുനാമി ഉണ്ടായി. ഇന്ത്യയിൽ 64 കോടി ജനങ്ങൾ മരിച്ചു. ഓക്കെ. കേരളത്തിലെ ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ മാത്രം 3 കോടി സഹോദരന്മാരാണ് മുല്ലപ്പെരിയാർ ഡാം ദുരന്തത്തെ തുടർന്ന് ജലസമാധിയായത്. ഇന്ത്യയിൽ അതിനെ തുടർന്നുണ്ടായ സുനാമിയിൽ മാത്രം 64 കോടി ജനങ്ങൾ ജലസമാധിയായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു കഥ പറയാം. എല്ലാ മലയാളികളും ആദ്യം ഗുഡ് മോർണിംഗ്. നേരം വെളുത്തില്ലേ ഇതുവരെ നിങ്ങൾക്കൊന്നും? രാഷ്ട്രീയക്കാരോ MLA MP ഒന്നുമല്ല ക്ലൈമറ്റ് തരുന്ന മുല്ലപ്പെരിയാർ ഡാം 2000-ൽ പരം റെഡ് അലർട്ടിൽ നിരസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, 2025 ഫെബ്രുവരി 14 ഓസ്ട്രേലിയയിൽ, ആഫ്രിക്കയിൽ, അമേരിക്കയിൽ, ലോകത്തിൽ ഉൾപ്പെടെ 200 കോടിയോളം കപ്പിൾസ്, ഭാര്യ, ഭർത്താവ്, കാമുകി, കാമുകൻ, അവിഹിതം, ബെസ്റ്റീസ് എല്ലാം കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിച്ച്. അതിൽ 19 കോടി ആൾക്കാർ അബോർഷൻ ചെയ്ത്, കുറേ ആൾക്കാർ കോണ്ടം യൂസ് ചെയ്ത്. പക്ഷെ 64 കോടി പെൺകുട്ടികൾ 12 വയസ്സ് മുതൽ 121 ക്രിസ്ത്യൻ രാജ്യങ്ങളിലും 56 മുസ്ലിം രാജ്യങ്ങളിലുമായിട്ട് 12, 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രഗ്നന്റ് ആണ്. ഇവർ പ്രസവിക്കുന്ന ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിച്ച് പ്രസവിക്കുന്നത് നവംബർ 14 ഇവർ പ്രസവിക്കുന്ന കുട്ടികളാണ് ഇന്ത്യയിൽ മരിച്ച 9 കോടി 64 കോടി ജനങ്ങൾ. പുനർജന്മം. ഓക്കെ, അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാം ദുരന്തത്തിൽ പുനർജനിക്കണോ അതോ അവർക്കെല്ലാം പുതിയ വേറെ കുട്ടികളെ നൽകണോ എന്ന് തീരുമാനിക്കുന്ന ലോകത്തിന്റെ ഏക അധിപൻ, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മക്കളെ, ഈ മുല്ലപ്പെരിയാറൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് രക്ഷിച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് എല്ലാ സംസ്ഥാനത്തും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് കൊച്ചിയിലും കേരളത്തിലെ 14 ജില്ലയിലും ഓഫീസ് തുടങ്ങിയാലേ മുല്ലപ്പെരിയാർ എന്നല്ല, ഓരോ ജില്ലയിലെ സ്കൂളുകളിൽ ഉൾപ്പെടെ നല്ല ക്ലൈമറ്റ് നൽകാൻ സാധിക്കും. ഇതിനായിട്ട് നല്ല ക്ലൈമറ്റ് ഉണ്ടെങ്കിലല്ലേ ഓക്സിജൻ 21% കിട്ടൂ. സൺലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പനി വരത്തില്ലേ? ഡെങ്കിപ്പനി, കോവിഡ്, കൊറോണ, അങ്ങനെയൊക്കെ പനി വന്നിട്ട് ആൾക്കാർ മരിക്കില്ലേ? സൺലൈറ്റ് അല്ലേ ഓക്സിജൻ. അതെന്താ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പം എല്ലാ മലയാളികളും ഒരു ദിവസം സൺലൈറ്റ് ഫീസായിട്ട് ഓരോ ദിവസം 1 രൂപ ഗൂഗിൾ പേ ചെയ്യുക. അതായത് ഇന്ന് 1 രൂപ വെച്ചിട്ട് കേരളത്തിലെ 3 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ വരണം. എന്നാലേ മുല്ലപ്പെരിയാർ നാളെ ഉള്ളു. 64 കോടി ജനങ്ങൾ ഗർഭിണിയാണ്. രക്ഷിക്കാൻ ഒരാൾ മാത്രം, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. സണ്ണ് അല്ലേ ഗോഡ്, മൂൺ അല്ലേ ഗോഡ്, എർത്തായ ഞാനല്ലേ ഗോഡ്, എല്ലാം ഞാൻ തന്നെയാണ്. ഓക്കെ, ഇന്ത്യ ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. സൺലൈറ്റ് ഫീസ് ആദ്യം അയക്കുക.